നല്ല ആളാ. മെഡിക്കൽ ക്യാമ്പ് തുടങ്ങുന്ന ഞായറാഴ്ചയാണെന്ന് അറിയില്ലേ? ഇതുവരെ ആകപ്പാടെ 21 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു സൗജന്യ ക്യാമ്പ് ഓർഗനൈസ് ചെയ്തിട്ട് ആളുകളുടെ റെസ്പോൺസ് ഇങ്ങനെയാണെങ്കിൽ DMO ഞങ്ങളായിട്ട് ചാടിക്കും. പീതാംബരം സജീവമായി രംഗത്തിറങ്ങിയാലേ ക്യാമ്പ് വിജയിക്കും. ഒരു 2 ദിവസത്തേക്ക് ഒരു രക്ഷയില്ല. ഇത് ശ്രമദാനാണെന്ന് അറിയാലോ. ഞാൻ ഇവിടുന്ന് വിട്ടുന്ന ആളുകൾ അപ്പ വലിയും. അങ്ങനെ ഒഴിവ് കഴിവൊന്നും പറയരുത്. ഞാൻ വരാന്ന് ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഇന്ന് തന്നെ പൊക്കാനാ ഞങ്ങൾ വന്നത്. ഓഹോ, എന്നാ ഒരു കാര്യം ചെയ്യ്, ഇതങ്ങോട്ട് പിടിച്ചേ. പിടിക്ക്, ഞങ്ങളുടെ കൂടെ കൂടെ കുറച്ച് പണിക്ക്. എന്താ? അതെ, ഒത്തു വിളിച്ചാ മലയും പോരും. വിളിച്ചോ, നമുക്ക് ഇതും തീർക്കാം അതും തീർക്കാം. നമ്മുടെ പഞ്ചായത്തിന്റെ റോഡാണ്. എന്റെ കാര്യം മറക്കരുത് കേട്ടോ. എന്താ അത്? സേവ അല്ല സേവനം അതിന്റെ. ഓ അങ്ങനെ. വേഗം നോക്ക് വേഗം നോക്ക്. പീതാംബരൻ ചേട്ടനെ എവിടൊക്കെ തിരക്കെന്ന് അറിയാമോ? മടന്തയുടെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഇതാ പീതാംബരൻ ചേട്ടന്റെ ഒരു കുഴപ്പം, ഈ മറവി. മടന്ത പറഞ്ഞ സ്ഥലം റേഷൻ കടക്കാരൻ അവറാച്ചന്റെ ആണല്ലേ? അതെ, അയാൾ കടയടയ്ക്കുന്നതിന് മുമ്പ് ചെല്ലണം. ചേട്ടൻ എങ്കിലെങ്കിലും ഇത് പറഞ്ഞ് ശരിയാക്കി തന്നില്ലെങ്കിൽ നാളെ മുതൽ എനിക്ക് പണിയുണ്ടാവില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നടന്നോ. എന്ത് വേണം? പഞ്ചാര. പഞ്ചാര? ഈ മാസത്തെ പഞ്ചാര വന്നിട്ടില്ല. എപ്പോ വരും? നാളെ 7:46. ഇതൊക്കെ എന്നോട് വെച്ച് ഞാനെന്ത് പറയും? വരുമ്പോ വരും. ഓ, കഴിഞ്ഞ മാസം ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. അവിടെ എന്ത് വേണം? മണ്ണെണ്ണ. മണ്ണെണ്ണ ഇതിൽ 10 മേടിച്ചു കഴിഞ്ഞാണല്ലോ. ഇനി അടുത്ത മാസം കിട്ടുള്ളൂ. കാർഡിലുള്ളത് മുഴുവൻ തരാതെ ഞങ്ങൾ അങ്ങനെ വിളക്ക് എത്തിക്കുന്നത്. പപ്പപ്പിള്ളയുടെ കടന്ന് എണ്ണ വാങ്ങിച്ചാലും വിളക്ക് എത്തും. അവിടെ കാണുമെന്നറിയാം. ഇവിടുന്ന് നേരെ അങ്ങോട്ടാണല്ലോ കമത്തുന്നത്. എന്താ പീതാംബര, പിരിവോ മറ്റാണോ? അവറാച്ചൻ ചേട്ടൻ ചെറിയൊരു സഹായം ചെയ്യണം. ഒന്നിങ്ങോട്ട് വന്നേ. ഈ പിരിവൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഈ പിരിവാരെ കൊണ്ട് തോറ്റു എന്റെ പീതാംബര. റേഷൻ കട കൊണ്ട് അടച്ചിടാൻ പറ്റുമോ? ഇനിയിപ്പോ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോണത്. ഒരു ചില്ലികാശിയാ കൊടുക്കില്ല. അത് വേറെ കാര്യം. അവറാച്ചൻ ചേട്ടൻ അറിയപ്പെടുന്ന ഒരു ലുബ്ധനായതുകൊണ്ട് പിരിവിന്റെ പ്രശ്നമില്ല. അത് പീതാംബരൻ എന്നെ ഒന്ന് ഇരുത്തിയതാണല്ലോ. അല്ല, കരുണന്റെ മകളുടെ കല്യാണത്തിന് കാശ് കൊടുക്കായിരുന്നു മനഃപൂർവ്വ. അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വെക്കരുതല്ലോ. അതൊരു ശീലാവും. അവറാച്ചൻ ചേട്ടൻ ഒരു കാര്യം ചെയ്യുമ്പോ അതിന്റെ പിന്നിലൊരു കാരണവും കാണും. അത് പോട്ടെ, വന്ന കാര്യം പറയാലോ. ഇത് ദാമു, നമ്മുടെ ഈ ചൊറിയുന്ന ചേമ്പിന്റെ മടന്തയുടെ ഇല വെട്ടി ഇറച്ചി പൊതിയാൻ ഹസനാരിക്കയുടെ കടയിൽ കൊടുക്കുന്ന ഒരു പണിയുണ്ട് ദാമുവിന്. അതുകൊണ്ട് എല്ലാരും മൂപ്പരെ മടന്തേന്നാ വിളിക്കുന്നത്. ജീവചരിത്രം പറയാതെ കാര്യം പറ പീതാംബര. കടയിൽ ആളില്ല. ഇതൊരു ജീവിത പ്രശ്നമായതുകൊണ്ട് സ്വല്പം ജീവചരിത്രം പറയാതെ നിവൃത്തിയില്ല. ദാമു ഇലവെട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ചുരുക്കി പറഞ്ഞാൽ ഒരുമാതിരി ഇടത്തൊക്കെയുള്ള ഇലയൊക്കെ ഇവൻ വെട്ടി. ഇനിയിപ്പോ വെട്ടാൻ ഇലയില്ല. അതിന് ചേട്ടന്റെ വീടിന്റെ പുറകിലുള്ള തോട്ടുമാടിക്ക് നിറച്ച് മടന്തയുടെ ഇല നിൽക്കുന്നത് ഇവൻ കാണാനിടയായി. ചേട്ടൻ എതിരൊന്നും പറയരുത്, അത് വെട്ടാൻ സമ്മതിക്കണം. ഒരിലയ്ക്ക് എന്ത് വെച്ച് തരും? അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഒരു ബിസിനസ് ആകുമ്പോ മുതലാളിക്ക് എന്തെങ്കിലും ലാഭം കിട്ടണ്ടേ? പീതാംബരനായോണ്ട് അധികമൊന്നും വേണ്ട. ഒരിലയ്ക്ക് 5 പൈസ വെച്ച് തന്നാ മതി. 500 ഇലയെങ്കിലും വെട്ടി കൊടുക്കുമ്പോഴാ എനിക്ക് ഒരു നേരത്തെ ചോറും കാപ്പിയും കിട്ടുന്നത്. 1000 വെട്ടിക്കോട്ടെ. ഒരു ചാൺ വയറിന്റെ പ്രശ്നമാണ്. എന്ന് വെച്ച് ഇല വെറുതെ ഉണ്ടാവും. ഉണങ്ങി നശിച്ചു പോകുന്നതല്ലേ ചേട്ടാ ഈ ഇല? ഒരു ബിസിനസ് ആകുമ്പോ ബിസിനസ് ആയിരിക്കണം. ഞാനൊരു ശല്യക്കാരനല്ലെന്ന് അറിയാലോ. ഇവന്റെ ഒരു പ്രശ്നമായതുകൊണ്ടാണ്. ശരി, നല്ല ലാഭം കിട്ടുന്നതാണല്ലോ. അതിന്റെ ഒരു വിഹിതം കൂടെ എത്തിച്ചാൽ മതി. തരാം 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 തരാം. ഞാനിത് പീതാംബരനായോണ്ടാ സമ്മതിക്കണത്. അതിന്റെ നന്ദി വേണം എപ്പോഴും. ഓ, അതെപ്പോഴും ഉണ്ടാവും. വന്ന് വന്ന് കാട്ടുചേമ്പിന്റെ ഇലയ്ക്കും ശുപാർശ. നീ ഉച്ചക്കുണ്ടോ? ഇല്ല, കാപ്പി കുടിച്ചു. പിള്ളേര് പറയായിരുന്നേ, ഇത്തിരി വെളുപ്പിന് എഴുന്നേറ്റ് ചോറ് വെച്ച് ഒരു പാത്രത്തിലാക്കി നിന്റെ ഈ തന്നയച്ചാൽ എന്താന്ന്. അതൊക്കെ ബുദ്ധിമുട്ടാ. പല പ്രശ്നങ്ങളുടെ ഇടയിൽ ചോറ്റുപാത്രമൊക്കെ തൂക്കി അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങാന്ന് പറഞ്ഞാൽ വേണ്ട. പിള്ളേർക്ക് എന്റെ ഭക്ഷണ കാര്യത്തിൽ വലിയ ശ്രദ്ധയാണല്ലോ. 2 എണ്ണം കൂർക്കമ്മയിൽ ചുറങ്ങാണ്. 10 മണിയായിട്ടില്ല. അതുങ്ങൾ നേരം വിളിച്ചായ പറമ്പിലും തൊഴുത്തിലും കിടന്ന് മടക്കുന്നതാ. പറമ്പിലെ പണിക്കുന്ന കുമാരൻ ചേട്ടൻ വന്നില്ലേ? എന്നും കൃത്യമായിട്ട് വന്ന് പണിയെടുക്കാൻ കുമാരൻ എന്താ ഇവിടുത്തെ കൂലിക്കാരനൊന്നും അല്ലല്ലോ. വല്ലതും വന്ന് ചെയ്തു തരുന്നതന്നെ അങ്ങേരുടെ മനസ്സിന്റെ നേരുകൊണ്ടാ. നിനക്ക് പിന്നെ അതിനൊന്നും നേരമില്ലല്ലോ. നേരം വെളുത്തു കഴിഞ്ഞാൽ ഇതാന്ന് പറയുമ്പോഴാ ഇരുട്ടുന്നത്. ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്തു തീർക്കാനാ. എടാ, ആ പാമ്പ് കടിച്ച് മരിച്ച കരുണന്റെ മോടെ കല്യാണം നീ നടത്തി കൊടുക്കാൻ പോവാന്ന് പറയുന്ന കേട്ടു. ഉള്ളതാ. തന്തയില്ലാത്ത പെണ്ണല്ലേ. ഒരാലോചന ഒത്തു വന്നു. ഉമ്മണി ആശാൻ കൊണ്ടുവന്നതാ. ചെറുക്കന് അങ്ങാടി ചുമടാ. പിന്നെ കല്യാണ ചെലവിന് പിരിവെടുക്കേണ്ടി വരും. നിനക്കിപ്പോ എത്ര വയസ്സായെന്നറിയോ? ഇതാ ആരുടെയും കല്യാണക്കാരി ഇവിടെ വന്ന് പറഞ്ഞുകൂടാത്തത്. കല്യാണം എന്ന് കേട്ടാൽ ഉടനെ അമ്മയ്ക്ക് എന്നെ കെട്ടിക്കണം. നിന്നെ കെട്ടിക്കുന്ന കാര്യമല്ല. നിന്നേക്കാ 2-3 വയസ്സിന് വ്യത്യാസമുള്ളേ നിന്റെ പെങ്ങന്മാർക്ക് രണ്ടിനും. അതിന് അല്ല, അവരെ കെട്ടിച്ചയക്കുന്നതിനും നാട്ടിലിറങ്ങി പിരിവെടുക്കേണ്ടി വരുവോ? തുടച്ചത് മതി. താമസ പീതാംബരനെ വെക്കൊണ്ടാണെങ്കിൽ പോവും. പീതാംബരം പറഞ്ഞാൽ നിനക്ക് കോൺട്രാക്ട് കിട്ടും. ദാമോദരൻ മാഷം പീതാംബരമായിട്ട് വന്നു. പീതാംബരനല്ലേ ദാമോദരൻ മാഷക്ക് IRDP പശുവിനെ വാങ്ങിക്കാൻ ലോൺ വാങ്ങി കൊടുത്തത്.
ആ പശു ലോൺ കൊണ്ടാണ് മാഷ് സ്കൂട്ടർ വാങ്ങിച്ച് എത്തി നടക്കുന്നത്. എത്ര സ്ക്വയർ ഫീറ്റ് വരും? സ്ക്വയർ ഫീറ്റ് മാങ്ങാത്തൊലി. ഒരു കൊട്ടത്താമര ഒന്നും തല്ലി കൂടി കൊടുക്കണം. 3 മുറി, അടുക്കള, കുളിമുറി, കക്കൂസ്. ഏതായാലും കഴിഞ്ഞ പണി പോലെ നഷ്ടം വരുത്തില്ല. അച്ഛനെ ഇങ്ങോട്ടാ രാവിലെ തൂമ്പായം തൂക്കി. വലിയടത്ത് പറമ്പിൽ കുറച്ച് പണിയുണ്ട്. അവിടെ പണിക്ക് വേറെ ആരെയും കിട്ടത്തില്ലേ? അച്ഛൻ തന്നെ വേണമെന്നുണ്ട് എത്ര നിർബന്ധം? വേറെ ആളെ കിട്ടാഞ്ഞിട്ടല്ലടാ. ഓ, അതിന് രൂപ കൊടുക്കണല്ലോ. തൂമ്പായ എടുത്ത് പണി ചെയ്ത് ശീലിച്ചവർക്ക് വെറുതെ വീട്ടിൽ ഇരിക്കാൻ ഒക്കത്തില്ല. ഒരുപാട് കൊടുത്തു ക്ഷയിച്ച തറവാടല്ലേ. അവരുടെ ഇല്ലായ്മയിൽ എന്നെ കൊണ്ട് കഴിയുന്ന ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ദേവൻ പറയുന്നതും കാര്യമുണ്ട് കുമാരൻ ചേട്ടാ. എന്താ? അല്ല, ദേവന് പഞ്ചായത്ത് നല്ലൊരു ജോലി ഉള്ളപ്പോ അച്ഛൻ ഇങ്ങനെ തൂമ്പാപ്പണിക്കുന്നു ചൂണ്ടപ്പണിക്കുന്നു ഒക്കെ പറഞ്ഞ് നടന്നാല് അതിന് നാണക്കേട് ദേവനല്ലേ. ആഹാ, അച്ഛനും മോനും സംസാരിക്കുന്നിടത്ത് അച്ഛനാടെ മോനെന്താ കാര്യം? അവരുടെ മക്കൾ അനുഭവിക്കേണ്ട പറമ്പില്ല ഇവന് ഈ വീട് വെച്ചിരിക്കുന്നത്. മൂട് മറക്കാൻ കുമാരൻ പഠിച്ചിട്ടില്ല. ആരുടെ അവതാരം കിട്ടിയൊന്നല്ലോ, വീരപ്രകാശം കിട്ടിയല്ലേ. എടാ, വല്ലവന്റെയും പറമ്പിൽ കയറി കൂര കുത്തിയിട്ട് അവകാശം പറയുന്നത് നല്ല ആണത്വം. ഈ മണ്ണ് സ്വന്തമാണെന്ന് അഭിമാനിക്കാൻ കുമാരന് മനസ്സ് വരത്തില്ല. നിന്റെ കാശ് വല്ല ഇരിപ്പുണ്ടോ? എന്റെ കയ്യിൽ എവിടുന്ന കാശ്? ഇന്നലെ അല്ലേ അമ്മയുടെ 10 രൂപ മേടിച്ചോണ്ട് പോയത്? അതുകൊണ്ടല്ലേ ഇത് നിന്നോട് ചോദിക്കുന്നത്. നിന്റെ കയ്യില് ഓ, ഇറങ്ങിയോ? അപ്പുറത്ത് മുഖം കാണിക്കാൻ രണ്ടുപേരും വന്ന് ഇരിപ്പുണ്ട്. ഏതാണ്ട് ആന കാര്യത്തിന് ചായ കൊടുത്ത് സൽക്കരിച്ചു. എടാ, അമ്മാവന് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് നീ അവിടം വരെ ഒന്ന് പോയോ? ഇന്ന് പോവാം. അമ്മയുടെ കയ്യിൽ കാശ് വല്ലതും? എന്താ? അല്ല, കാശ് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടത്തെ ചെലവിന്. ആ, വീട്ടുകാരെ അന്വേഷിക്കുന്ന ഒരാള്. ആ, നിങ്ങളായിരുന്നോ? വരൂ. അവന്മാര് വേലി കെട്ടിയിട്ടില്ലല്ലോ. ഇന്ന് മിക്കവാറും കെട്ടും. അതിനുമ്പ് പീതാംബരം വന്ന് ഈ പ്രശ്നം ഒന്ന് ഒതുക്കി തരണം. ആയിക്കോട്ടെ, നമുക്ക് അങ്ങോട്ട് നീങ്ങാൻ. വരൂ. എന്റെ റേഷൻ കാർഡ്. ഓ, പറഞ്ഞതുപോലെ റേഷൻ കാർഡിന് അപേക്ഷ കൊടുക്കേണ്ട ഇന്നാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരാം. അവരിന്ന് വേലി കിട്ടുന്നേ. വേലി കെട്ടിയാൽ നമുക്ക് പൊളിക്കാന്നേ. ബെർലിൻ മതിൽ പൊളിച്ചില്ല, അതിനേക്കാളും വലുതാണ് ഒരു വേലി. അപ്പൊ നമുക്ക് സപ്ലൈ ഓഫീസിലേക്ക് നീങ്ങാം. വരും. അയ്യോ, ചതിച്ചോ സുഗുണൻ. അവൻ ആള് ചൂടനാ. നിങ്ങൾ രണ്ടാളും ഒരു കാര്യം ചെയ്യ്, ശാന്തപ്പന്റെ മുറുക്കാങ്കട എടുത്ത് നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. എപ്പോ? കറക്റ്റ് സമയത്ത് ഞാൻ വരാം. ശരി. ആ, അത് പിന്നെ നമ്മുടെ തെങ്ങ് പാട്ടം കൊടുത്തതിന്റെ കാശ് കിട്ടിയോ? ആ, കിട്ടിയെങ്കില്. അല്ല, ഇവിടെ പല കാര്യങ്ങളുണ്ടല്ലോ. ആ, കുമാരൻ ചേട്ടൻ ചൂണ്ടക്ക് പോയില്ലേ? ഈ തെങ്ങിനെല്ലാം തടവെടുത്ത് കുറച്ച് വളമിടണം. ഇതിന്റെ മണ്ടയ്ക്ക് വല്ലതും കിട്ടിയാലല്ലേ ഇവിടെ അരി മേടിക്കാൻ പറ്റൂ. അതെങ്ങനാ? നോക്കിയും കെട്ടും ചെയ്യേണ്ട ആളുകൾ. എത്ര നേരം കൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് കൂവുന്നു. ഞാൻ ഈ വണ്ടി കൊടുത്തിട്ട് ദേവൻ ഓഫീസിൽ പോകാൻ. നീ എന്തിനാ ഇവിടെ കിടന്ന് കൂവിയത്? വീട്ടിലോട്ട് വന്നാ പോലെ. എന്നിട്ട് പറഞ്ഞ നിന്റെ അമ്മയുടെ തെറിയേക്കാൻ ഇറങ്ങും.